സ്നേഹമാകും യേശുവേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം മുതൽ. കർത്താവ് എന്നേക്കും തള്ളിക്കളകയില്ലല്ലോ. അവൻ ദുഃഖിപ്പിച്ചാലും തൻ്റെ മഹാദയയ്ക്കൊത്തവണ്ണം അവന് കരുണ തോന്നും. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത് ദൈവത്തിന് മനസ്സോടെയല്ല. കർത്താവിന് നമ്മളുടെ സ്നേഹം കുറഞ്ഞതുകൊണ്ടല്ല. നമുക്ക് ഇത്രയും വലിയ ദുഃഖം വരാതെ കർത്താവ് എന്തുകൊണ്ടാണ് കാക്കാഞ്ഞത് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കർത്താവ് നമുക്ക് ജീവിതത്തിൽ ദുഃഖങ്ങളും ഞെരുക്കങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും വരുമ്പോൾ കർത്താവ് എന്താണ് ഇത് എനിക്ക് തന്നത് എന്ന് ഒരിക്കലും ചോദിക്കരുത്. കർത്താവ് മനസ്സോടെ അല്ലല്ലോ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നാം യൗസേപ്പിനെക്കുറിച്ച് ചിന്തിച്ചത്. സങ്കീർത്തന പുസ്തകം 105:18 യൗസേപ്പിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയുണ്ടായി. വായിക്കാം. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. യൗസേപ്പിൻ്റെ കാലുകളെ ഇരുമ്പ് ചങ്ങല കൊണ്ട് കുടുക്കി ബന്ധിച്ചു. കാലുകളെ ബന്ധിച്ചു, ഇരുമ്പ് ചങ്ങലയിൽ കുടുക്കി. എന്ത് ഒരു പാവം ചെയ്തിട്ടല്ലല്ലോ. എന്തുകൊണ്ടാണത്? അത് ആദ്യം ഒന്നുകൂടെ വായിക്കൂ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം. ദൈവത്തിൻ്റെ വചനത്താൽ ശോധന വരേണ്ടിയിരിക്കുന്നു. ശോധന, ശുദ്ധീകരണം കിട്ടേണ്ടിയിരിക്കുന്നു. ആളത്വം രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. അന്ന് നാനാദേശങ്ങളിലുള്ളതായ ആളുകൾ കൂട്ടം കൂട്ടമായി വന്ന് ആ ക്ഷാമം ബാധിച്ച കെടുതിയുള്ള സമയത്ത് അവർക്ക് ആഹാരം കൊടുക്കുവാൻ വലിയൊരു ശുശ്രൂഷ യൗസേപ്പിനെക്കുറിച്ച് കർത്താവ് കാണുകയാണ്. വലിയൊരു ശുശ്രൂഷ. അതിന് യൗസേപ്പിനെ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. യൗസേപ്പിനെ രൂപാന്തരപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നിഷ്കളങ്കനാണ്, സത്യസന്ധനാണ്, നല്ല നല്ല തീക്ഷ്ണതയുള്ള യുവാവ് തന്നെയാണ്. ദൈവസേനയിൽ തീരുമാനം ശരിക്കും പാലിക്കുന്നുമുണ്ട്. പക്ഷേ പോരാ, ഇനിയും ശോധന ചെയ്ത് യൗസേപ്പിനെ തനി തങ്കമാക്കി മാറ്റണം. നമ്മുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ പല ദുരിതങ്ങളും വരുമ്പോൾ നാം ഭാരപ്പെടും. ശരിയാണ്, കഷ്ടപ്പാടുണ്ട്. അയ്യോ കഷ്ടം, എനിക്ക് തോന്നല്ലോ. ഏറ്റവും പ്രിയപ്പെട്ടിരുന്ന പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നു. സഹിക്കാൻ വയ്യ. പെട്ടെന്നാണ് പിരിഞ്ഞു പോകുന്നത്. പെട്ടെന്നാണ് അത്യാഹിതം വരുന്നത്. പെട്ടെന്നാണ് ആപത്ത് വരുന്നത്. ഓർക്കണം, അതെല്ലാം നമുക്ക് നന്മയ്ക്കാക്കി കർത്താവ് മാറ്റിത്തരും. നന്മയ്ക്കാക്കി രൂപാന്തരപ്പെടുത്തി തരും. എങ്ങനെ? നമ്മെ ശോധന ചെയ്യും. യൗസേപ്പിന് ശോധനകൾ വന്നു, അടിക്കടി ദുരിതങ്ങൾ വന്നു. യൗസേപ്പിനെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ ദൈവം പരിപാടി ഇട്ടിട്ടുണ്ട് എന്ന് സാത്താനും കണ്ടു. അതുകൊണ്ട് യൗസേപ്പിനെ ആ സ്ഥാനത്ത് എത്തിക്കരുത് എന്ന് സാത്താൻ തീരുമാനിച്ചു. അസൂയാലുവായ സാത്താൻ, ദുഷ്ടനായ പിശാച് യൗസേപ്പിനെ ആ ഉന്നത സ്ഥാനത്ത് എത്തിക്കാതെ ഇരിക്കാൻ തക്കവണ്ണം പല കണികളൊപ്പിച്ചു. അതാണ് സഹോദരന്മാർ എതിർത്തത്. സഹോദരന്മാർ യൗസേപ്പിനെ പൊട്ടക്കെട്ടിൽ തള്ളിയിട്ടത്. സഹോദരന്മാർ യൗസേപ്പിനെ പിടിച്ച് വിറ്റത്. അതിനെല്ലാം കാരണം ഈ യൗസേപ്പിന് ആ സമയങ്ങളിലൊക്കെയും ശോധന വന്നുകൊണ്ടിരിക്കുകയാണ്, രൂപാന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് കഷ്ടത വന്നാലും എൻ്റെ ദൈവത്തെ ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ദൃഢമായ പ്രതിജ്ഞയിലേക്ക് യൗസേപ്പിനെ നടത്തുകയാണ്. യൗസേപ്പിന് പരിഭവം വരുന്നില്ല. കാരണം യൗസേപ്പിന് ഉള്ളിലൊരു സ്വപ്നമുണ്ടായിരുന്നു. യൗസേപ്പിൻ്റെ ഉള്ളിലൊരു സ്വപ്നമുണ്ടായിരുന്നു. ഭാവി എന്താണെന്ന് യൗസേപ്പിന് നല്ലപോലെ അറിയാമായിരുന്നു. ഇന്നെങ്ങനെയെല്ലാം ആണെങ്കിലും എൻ്റെ സ്ഥാനം ഉയർന്നതാണെന്നും എന്നെ ദൈവം ഉയർത്തുമെന്നും ഉന്നതമായ പദവിയിലേക്ക് എന്നെ എത്തിക്കുമെന്നെല്ലാം യൗസേപ്പിന് അറിയാമായിരുന്നു. കാരണം യൗസേപ്പിന് സ്വപ്നത്തിൽ കൂടി ദൈവത്തിന് എല്ലപ്പാട് കിട്ടിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ പലരും വിഷമിച്ചിരിക്കുന്നവരായിരിക്കും. പല കാര്യങ്ങളിൽ, കുടുംബകാര്യങ്ങളിൽ, പൈസയുടെ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ കാര്യങ്ങളിൽ, പലതിലും മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവരായിരിക്കും. രോഗത്തിൻ്റെ കാര്യത്തിൽ, പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇതെല്ലാം ഉന്നതമായ ഒരു പദവിയിലേക്ക് നിങ്ങളെ ഉയർത്താനുള്ളതായ ദൈവത്തിൻ്റെ സദുദ്യമമാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കതിനെ പുഞ്ചിരിയോടെ നേരിടാൻ പറ്റും.
ദൈവത്തിന് സ്തോത്രം. ഉയർന്നൊരു പദവിയിലേക്ക് നമ്മെ നയിക്കാൻ പോവുകയാണ്. അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ചിലർക്ക് ലഭിക്കും, ചിലർക്ക് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയതിന് ശേഷമായിരിക്കും ലഭിക്കുന്നത്. ഉയർന്ന ഒരു പദവി, ഉന്നതമായൊരു സ്ഥാനം, അനേകർക്ക് ആഹാരം കൊടുക്കുന്നൊരു വലിയ ജോലി, അനേകരുടെ വിശപ്പ് മാറ്റുന്നൊരു ജോലി, നിസ്സാരമല്ലത്. അനേകരുടെ വിശപ്പ് മാറ്റുന്നു. ക്ഷാമം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ദേശത്ത് വിശപ്പ് മാറ്റാൻ ദൈവം യോസേഫിനെ ഉപയോഗിക്കാൻ പോവുകയാണ്. യോസേഫിനറിയാം, ദൈവം എന്നെ തള്ളിക്കളയുകയില്ല. ദൈവം എന്നെക്കുറിച്ചൊരു വലിയൊരു പ്ലാൻ, പദ്ധതി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ആ സ്വപ്നം മനസ്സിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു സ്വപ്നം വേണം. എന്താണ് സ്വപ്നം? നിങ്ങൾ തന്നെ മെനഞ്ഞുണ്ടാക്കുന്ന സ്വപ്നം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തന്നെ ആ സ്വപ്നം നിങ്ങൾ തന്നെ നെയ്തെടുക്കണം. എന്താണ് നിങ്ങൾ നെയ്തെടുക്കേണ്ട സ്വപ്നം? ഞാൻ ഇവിടെ നിൽക്കേണ്ടവനല്ല, ഞാൻ ഇവിടെ കൊണ്ട് നിർത്തേണ്ടവളല്ല. എനിക്ക് ഉന്നതമായ ഒരു പദവി ദൈവം കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ദൈവം ഉന്നതമായൊരു സ്ഥാനം കണ്ടിട്ടുണ്ട്. ഇവിടം കൊണ്ട് നിർത്തേണ്ടതല്ല എൻ്റെ ജീവിതം. ഇതുവരെയും ഞാൻ നേടിയതുകൊണ്ട് തീരേണ്ടതല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം ഉന്നതമായ പദവികളിലേക്ക് കുതിച്ച് ഉയരേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. യോസേഫിന് ശോധന വന്നു. യോസേഫ് പൊത്തിഫറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ സഹോദരന്മാരും എല്ലാം നോക്കി നടക്കാതിരുന്നുകൊണ്ട് സാത്താൻ സഹോദരന്മാരിൽ കൂടി പ്രവർത്തിച്ചു. സാത്താൻ ഇപ്പോൾ പൊത്തിഫറിൻ്റെ ഭാര്യയിൽ കൂടി പ്രവർത്തിച്ചു. പാവം യോസേഫ്, ഒരു തെറ്റും ചെയ്യാത്ത യോസേഫ്, ജീവിതത്തിൽ ഒരിക്കലും തെറ്റുപറ്റുകയില്ലെന്നുള്ള നിർബന്ധത്തോടെ നിന്ന യോസേഫ് ആ സ്ത്രീ, ആ ദുഷ്ടസ്ത്രീയുടെ കൗശലത്തിൽ കുടുങ്ങാതെ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് അവൾ അവനെക്കുറിച്ച് അപവാദം പറഞ്ഞു. ഫലമോ യോസേഫ് 13 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വന്നു. 13 കൊല്ലം. 17-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെ ജയിലിൽ കിടക്കുകയാണ്, മിസ്രയീമിലെ ജയിലിൽ. ഇത്ര ഭയങ്കരമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ പലരും ഇന്ന് യാതനയേറ്റ് പിടയുന്നവരുണ്ട്. കുടുംബത്തിലെ പ്രശ്നങ്ങളോർത്ത് വലയുന്നവരുണ്ട്. മക്കളെക്കുറിച്ച് ആഹ്ലാദം കൊണ്ട് അഴലുന്നവരുണ്ട്. ഇല്ലേ? ഓർത്ത് നോക്കൂ, പല പല കാര്യങ്ങളില്ലേ നിങ്ങളുടെ ഹൃദയത്തിൽ? ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ളതായ വേദനാ വിഷയങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അനേകം വേദനകൾ കൂടി ഞാൻ കടന്നുപോയിട്ടുള്ളത് കൊണ്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വേദനാകരമായ അനേകം യാതനകൾ കൂടി ഞാൻ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇന്ന് നല്ലതുപോലെ അനുഭവിച്ച് തന്നെ പറയാൻ സാധിക്കും, എല്ലാം നന്മയ്ക്കാക്കി കർത്താവ് മാറ്റുമെന്ന്. ദൈവത്തിന് സ്തോത്രം. എല്ലാം നന്മയ്ക്കാക്കി മാറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശോധനകൾ വരേണ്ടത് ആവശ്യമാണ്. ശോധന വരുമ്പോൾ തളരരുത്. ആഗ്രഹങ്ങൾ സാധിക്കാത്ത വരുമ്പോഴും തളരരുത്. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ, രോഗം മാറാതെ വരുമ്പോൾ, മനസ്സ് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രശ്നങ്ങളും തുറച്ചു നോക്കുമ്പോൾ തളരരുത്. നാം സ്വപ്നം മനസ്സിൽ പേറിക്കൊണ്ട് പോകണം. കർത്താവേ, നിനക്ക് എന്നെക്കുറിച്ച് ചില വ്യക്തമായ പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ എന്താണെന്ന് എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ. അതിലേക്ക് എന്നെ നയിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ദൂരെ ഇരുന്ന് കേൾക്കുന്നവരെല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വളരെ വ്യക്തമായൊരു പദ്ധതിയുണ്ട്, വളരെ കൃത്യമായൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ അത് നിറവേറ്റാൻ കർത്താവ് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവനുള്ള ക്രിസ്തുവിൻ്റെ രീതിയിലേക്ക് പാഞ്ഞു ചെന്ന് അവിടുത്തെ പാദം മുത്തിക്കൊണ്ട് കർത്താവിൻ്റെ ഹിതം നിറവേറ്റാൻ മുഴുവനായി നിങ്ങൾ അടിയറ വയ്ക്കണം. അവൻ്റെ പാദപീഠത്തിലേക്ക് മുഴുവനായിട്ട് അങ്ങ് സമർപ്പിക്കണം. കർത്താവേ, എൻ്റെ പരിപാടിയെല്ലാം തീർന്നു. കർത്താവേ, എൻ്റെ പദ്ധതികളെല്ലാം തീർന്നു. കർത്താവേ, എൻ്റെ പ്ലാനുകളെല്ലാം തീർന്നു. എൻ്റെ ആഗ്രഹങ്ങളും തീർന്നു. എനിക്ക് ഒന്ന് മാത്രം മതി, ഒറ്റയ്ക്കൊരു കാര്യം മാത്രം മതി. യേശുവേ, എനിക്ക് പറന്നു വന്ന് തൃപ്പാദം മൊത്തണം. യേശുവേ, എനിക്ക് മറ്റൊന്നും വേണ്ട. എനിക്ക് നിൻ്റെ വിശുദ്ധ സ്തുതി തരണം. കർത്താവേ, ആത്മാവിൻ്റെ ചിറകടി തരണം. ദൈവമേ, ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ പറന്നുയരാനുള്ള ഭാഗ്യം എനിക്ക് തരണം. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. ആ ലക്ഷ്യത്തിലേക്ക് നാം ഇങ്ങനെ മുന്നോട്ട് പ്രയാണം ചെയ്യുകയാണ്. യോസേഫ് ഉന്നതമായ സ്ഥാനത്തെത്തുവാൻ പല തടസ്സങ്ങളും വന്നിരുന്നു. എന്നാൽ കർത്താവ് യോസേഫിനെ ഉയർത്തി. എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാനിങ്ങനെ ഓർക്കുകയാണ്, 13 കൊല്ലം ജയിലിൽ കിടന്നപ്പോൾ കർത്താവ് യോസേഫിനെ കണ്ടുകൊണ്ടിരുന്നില്ലേ? ആ ദുരിതം പിടിച്ച് ജയിലിൽ, ഈജിപ്തിലെ ആ ജയിലറയിൽ പാവം യോസേഫ്, വെറും കിളുന്ത് യുവാവായി യോസേഫ് ഭാരപ്പെട്ട് വിഷമിച്ച് അവിടെ കഴിയുമ്പോൾ കർത്താവ് കണ്ടുകൊണ്ടിരുന്നില്ലേ? കർത്താവ് എന്താണ് ഇത്രയും താമസിച്ചത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് ചോദിക്കാൻ അവകാശമില്ല. ഈ 13 കൊല്ലം കർത്താവ് എന്തിനാ താമസിച്ചത്? കർത്താവ് വേഗം ഒഴിച്ച പോരായിരുന്നോ? നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇല്ല, മനുഷ്യൻ്റെ ചിന്തയല്ല ദൈവത്തിൻ്റെ ചിന്ത, മനുഷ്യൻ്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം. ദൈവം അതിന് പാകമായ സമയത്ത്, കൃത്യമായ സമയത്ത് തന്നെ യോസേഫിനെ പിടിച്ചുയർത്തി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവിടെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇന്ന് എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ കഷ്ടപ്പാടും ദുരിതവും വിലാപവുമായിരുന്ന ജനത്തിന് ഇനി എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് വന്നിരിക്കുന്ന കെടുതി മാറാൻ എന്താ പോകാൻ വഴി? കെടുതി വന്നിരിക്കുന്നു. ദേശത്തെ ഇസ്രായേൽ ജനത്തിന് കെടുതി വന്നിരിക്കുന്നു. അവർക്ക് വല്ല മഹാനാശം വന്നിരിക്കുന്നു. അവരനേകർ ഇതാ ബാബിലോണിയൻ ചക്രവർത്തിയായ നെബൂഖദ്നേസറിൻ്റെ ആ വലിയ ആക്രമണത്തിൻ്റെ കീഴിൽ അവർ രക്ഷപ്പെടാനാകാതെ നെബൂഖദ്നേസർ അവരെ അടിമകളായി പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു, ബാബേലിലേക്ക് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു.
ജനം ഇരുന്ന് കരയുകയാണ്. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു എന്ന് 137 സംഘത്തിൽ പറയും. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ കരഞ്ഞു. എന്നാൽ അവർ കരയേണ്ട സമയത്ത് കരഞ്ഞില്ല. കരയേണ്ട സമയം ഉണ്ടായിരുന്നു. യിരെമ്യാവ് വചനം പറഞ്ഞ സമയത്ത് കരഞ്ഞാൽ മതിയായിരുന്നു. യിരെമ്യാവ് വചനം പറഞ്ഞു കൊടുത്തു. പ്രവാചകൻ പറഞ്ഞ വചനം കേട്ട് അവരനുസരിച്ചില്ല, വചനം വിശ്വസിച്ചില്ല, വചനപ്രകാരം ജീവിക്കാൻ തീരുമാനിച്ചില്ല. പ്രവാചകനായ യിരെമ്യാവ് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. നിങ്ങളുടെ പാവം വിട്ട്, വിഗ്രഹാരാധന വിട്ട്, നിങ്ങളുടെ ലോകസ്നേഹം വിട്ട് നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ബാബിലോണിയൻ ചക്രവർത്തി വന്ന് നിങ്ങളെ ആക്രമിക്കുകയും ഈ ബാബേൽ നഗരത്തിൻ്റെ അധീശത്വത്തിലേക്ക് നിങ്ങൾ പോകേണ്ടി വരികയും ചെയ്യും. ചക്രവർത്തി നിങ്ങളെ കൊണ്ടുപോയി അടിമകളായി കൊണ്ടുപോകും. വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ജനമനുസരിച്ചില്ല. അന്ന് വചനം കേട്ടപ്പോൾ ജനമനുസരിച്ചില്ല. അവർ നല്ല ശക്തിയുള്ള ജനമാണെന്നാണ് അവർ ധരിച്ചത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ ശക്തിയൊറ്റ രാഷ്ട്രമാണെന്നാണ് അവർ ധരിച്ചിരുന്നത്. അവർ ബാബേലോണിയൻ ചക്രവർത്തി വന്നാൽ അതൊക്കെ എല്ലാം തൂത്തെറിയാൻ ഞങ്ങൾക്ക് കഴിയുമെന്നവർ അഹങ്കരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രവചനം പറഞ്ഞ പാവം യിരെമ്യാവിനെ അവർ പിടിച്ച് കിണറിലേക്കിട്ടത്. കിണറിൽ കിടന്നു അവിടെ ചാകട്ടെ എന്ന് വിചാരിച്ചത്. പിന്നെ ആർക്കോ തോന്നി അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കണമെന്ന്. പിന്നെ കാവൽ പരമറ്റത്ത് അവനെ ജയിലിലിട്ടു. ജയിലിൽ ഒരു വീട്ടിലിടങ്ങില്ലെന്ന് പോലെ ഇട്ടു. പാവം അവന് ഭക്ഷണം കൊടുത്തില്ല. ദൈവത്തിൻ്റെ പ്രവാചകൻ ഈ നല്ല സത്യം പറഞ്ഞിട്ട് ഉള്ളത് പറഞ്ഞിട്ട് അവന് ശിക്ഷ ഏൽക്കേണ്ടി വന്നു. അവന് അന്നത്തെ രാജാവ് അവന് ആനുകൂല്യം കൊടുത്തില്ല. എല്ലാവരും എതിരായി തീർന്നു. അപ്പോൾ രാജാവിൻ്റെ ഒഫീഷ്യൽ പ്രോഫിറ്റ്സ് ഉണ്ട്, ഔദ്യോഗിക പ്രവാചകന്മാരുണ്ട്, ശമ്പളം പറ്റുന്ന പ്രവാചകന്മാരുണ്ട്. ശമ്പളം പറ്റുന്ന പ്രവാചകന്മാർ അവർ അന്ന് എന്താ ചെയ്തതെന്നറിയാമോ? യിരെമ്യാവിനോട് വളരെ അരിശപ്പെട്ട് നീരസപ്പെട്ട് സംസാരിച്ചു. നിനക്ക് എവിടെ നിന്നായി ഈ ദർശനം കിട്ടിയത്? ഞങ്ങൾക്ക് ഇവിടെ പ്രവാചകന്മാരായിട്ടുണ്ട്, ഞങ്ങൾക്കില്ലാത്ത പ്രവചനം നിനക്ക് എവിടെ നിന്ന് കിട്ടി എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് യിരെമ്യാവിനെ ഒറ്റപ്പെടുത്തുകയും യിരെമ്യാവിനെ ഉപദ്രവിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എക്കാലത്തും ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്ക് ഉപദ്രവം ഉണ്ടാകും. ഒഫീഷ്യൽ പ്രവാചകന്മാർക്ക് കുഴപ്പമില്ല. ദൈവത്തിന് സ്തോത്രം. അവർക്ക് തിയോളജി അറിയാം, അവർക്ക് വേദശാസ്ത്ര സത്യങ്ങൾ അറിയാം. ദൈവത്തിന് സ്തോത്രം. റഷ്യയിൽ വിപ്ലവം നടക്കുന്നതിന് മുൻപ് അവിടുത്തെ പള്ളികളിൽ, അവിടുത്തെ സെമിനാരികളിൽ ഒരു പഠന വിഷയം എന്തായിരുന്നു അറിയാമോ? കന്യാമാതാവിൻ്റെ ഇടക്കെട്ട് കൂട്ടിത്തുന്നുന്ന ആ മുട്ടുസൂചിയുടെ മുട്ടിന്മേൽ നിന്ന് എത്ര മാലാഖമാർക്ക് നൃത്തം ചെയ്യാം. ഗൗരവമുള്ള വിഷയമല്ലേ പഠിക്കുന്നത്. ഒരു മുട്ടുസൂചിയുടെ മുട്ടിന്മേൽ കന്യാമാതാവിൻ്റെ അരക്കെട്ട്, ആ അരക്കെട്ടിൽ അത് കെട്ടി ഉറപ്പിക്കുന്ന മുട്ടുസൂചിയുടെ മുട്ടിന്മേൽ ഒരു സമയത്ത് എത്ര മാലാഖമാർക്ക് നൃത്തം ചെയ്യാൻ പറ്റും? ഗവേഷണ വിഷയമാണ്. നോക്കൂ, ഇങ്ങനെ അധപ്പതിച്ചു പോയ ഒരു സഭ ഇന്നും സഭകൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലജ്ജ കൂടാതെ പറയട്ടെ, എന്നാൽ വളരെ വേദനയോടെ പറയട്ടെ, സഭകളെല്ലാം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയം വിട്ട് സഭ ലോകത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സഭകൾ ലോകത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വഴക്കും പിണക്കവും സ്ഥാനമോഹവും കക്ഷി വൈരാഗ്യവും എല്ലാമായിട്ട് സഭകൾ തമ്മിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. തമ്മിൽ തല്ലി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിതെല്ലാം കാണുന്നുണ്ടോ? ഇന്നത്തെ ലോകത്തിന് ഗതി അറിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ നാമത്തിലുള്ളതായ സഭ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് പറയുന്ന സഭ, രക്ഷിക്കപ്പെട്ടവർ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്ന വായിക്കുന്ന ആ സഭ ക്രിസ്തുവിൻ്റെ സഭ എന്ന് എല്ലാ അഴുക്കിലേക്കും പോയി, പണത്തിൻ്റെ പിന്നാലെ പോയി, അധികാരത്തിൻ്റെ പിന്നാലെ പോയി, അധികാരത്തിൻ്റെ വടംവലിയുടെ പിന്നാലെ പോയി, അധികാര മത്സരത്തിൻ്റെ പിന്നാലെ പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പുകളും അസൂയയും കുശുമ്പുമായി സഭയുടെ നേതാക്കന്മാർ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏതെങ്കിലും സഭയെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. അനേകം സഭകളും ഇന്ന് നാശോന്മുഖമായി കൊണ്ടിരിക്കുകയാണ്. നാശത്തിലേക്ക് മുഖം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാവിന് അന്ന് വിലാപമായി, അയ്യോ കഷ്ടം, എൻ്റെ ദൈവമേ, ഈ ഞങ്ങളുടെ നാട് മുടിയുന്നല്ലോ, ബാബേൽ പ്രവാസികളായ അനേകർ പോകേണ്ടി വരുമല്ലോ. യിരെമ്യാവിരുന്ന് കരഞ്ഞു. അപ്പോൾ ആ സമയത്താണ് വലിയ ക്ഷാമം വരുന്നത്. ആ ക്ഷാമത്തെയാണ് യിരെമ്യാവ് പറയുന്നത്, വലിയൊരു ക്ഷാമം. അതിനെക്കുറിച്ച് 4-ാം അധ്യായത്തിൽ പറയുന്നു. നമുക്ക് വായിക്കാം. 4-ാം അധ്യായം 4-ാം വാക്യം. മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. ദാഹം കൂടിപ്പോയി, ദാഹം കൊണ്ട് നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. കുഞ്ഞിന് മുലപ്പാൽ കിട്ടുന്നില്ല. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കി കൊടുക്കുന്നതുമില്ല. വലിയ കൊടിയ പട്ടിണിയായി. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കി കൊടുക്കുന്നില്ല. സ്വാദുഭോജ്യങ്ങളെ അനുഭവിച്ചു വന്നവർ വീതികളിൽ പട്ടിണി കിടക്കുന്നു. ഒരു കാലത്ത് വിലപ്പെട്ട ഭക്ഷണം, നല്ല സ്വാദിഷ്ടമായ ഭോജനം അനുഭവിച്ചു വന്നവർ, മൃഷ്ടാന്ന ഭോജനം ആഹരിച്ചു വന്നവർ, അവർ പട്ടിണി കിടക്കുന്നു. സ്വാദുഭോജ്യങ്ങളെ അനുഭവിച്ചു വന്നവർ വീഥികളിൽ പട്ടിണി കിടക്കുന്നു. ധൂമ്രവസ്ത്രം ധരിച്ച് വളർന്നവർ കുപ്പകളെ ആലിംഗനം ചെയ്യുന്നു. നല്ല മനോഹരമായ, നല്ല ശോഭയുള്ളതായ വസ്ത്രം ധരിച്ച്, ധൂമ്രവസ്ത്രങ്ങൾ, നല്ല ആഡംബര വിഭൂഷിതമായ വസ്ത്രങ്ങൾ ധരിച്ച് വന്നവർ, ധൂമ്രവസ്ത്രം ധരിച്ച് വളർന്നവർ കുപ്പകളെ ആലിംഗനം ചെയ്യുന്നു. കുപ്പകളിൽ എന്നുവെച്ചാൽ വെറും മൺപൂഴി പോലെ, അതിനകത്ത് ഉരുണ്ട് വരേണ്ടതുപോലെ അവരുടെ ശരീരവാസകളും ചെളി പിടിച്ചിരിക്കുന്നു. വസ്ത്രമെല്ലാം മുഷിഞ്ഞു പോയിരിക്കുന്നു. കൈ തൊടാതെ പെട്ടെന്ന് മറിഞ്ഞുപോയ സോദോമിൻ്റെ പാപത്തേക്കാൾ
എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ അകൃത്യം വലുതാകുന്നു. വെറുതെയല്ല നിങ്ങൾക്ക് ഈ നാശം വന്നിരിക്കുന്നത്. യിരെമ്യാവ് വിളിച്ചു പറഞ്ഞു, വെറുതെയല്ല നിങ്ങൾക്ക് നാശം വന്നിരിക്കുന്നത്, നിങ്ങളുടെ പാപനിമിത്തമാണ്. സോദോമിലൊന്നുപോലത്തെ വലിയ കെടുതി നിങ്ങൾക്ക് വരാൻ പോകുന്നു, വലിയ നാശം വരാൻ പോകുന്നു. പ്രവാചകൻ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. പ്രവാചകൻ ഉള്ളത് തുറന്ന് പ്രവാചകൻ കിട്ടിയതങ്ങ് പറയുകയാണ്. പ്രവാചകനെ സ്വർഗത്തിൽ നയിച്ചു കൊടുത്ത വചനം പ്രവാചകൻ പറയുകയാണ്. അത് രാജാവിന് ഇഷ്ടപ്പെട്ടു, സിദ്ക്കിയാ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. അത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ല, ഔദ്യോഗിക പ്രവാചകന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, എക്കാലത്തും സത്യം പറയുന്ന പ്രവാചകന്മാർക്ക് എതിരുണ്ടാകും, സത്യം പറയുന്ന പ്രവാചകന്മാർക്ക് എതിർപ്പുണ്ടാകും. അവരെ ഏതെങ്കിലും വിധത്തിൽ അവരെ നാട്ടിൽ നിന്ന് ഓടിച്ചു കളയാൻ നോക്കും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ജനത്തിൽ വലിയ നാശം വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് വായിക്കാം, 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കാം. അവളുടെ പ്രഭുക്കന്മാർ ഹിമത്തിലും നിർമ്മലന്മാരും പാലിലും വെളുത്തവരുമായിരുന്നു. അവരുടെ ദേഹം പവിഴത്തിലും ചുവപ്പുള്ളതും അവരുടെ ശോഭ നീലക്കല്ല് പോലെയുമായിരുന്നു. 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്ത് ഇല്ലാതെയായിരിക്കുന്നു, അവരുടെ അകൃത്യങ്ങൾ ഞങ്ങൾ ചുമക്കുന്നു. അപ്പൻ്റെ അകൃത്യം ഞങ്ങൾ ചുമക്കുന്നു. അവർ ഇത് സമാധാനം. അതിൻ്റെ കാരണന്മാരുടെ കാലത്ത് തെറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെയാണ് ഞങ്ങളുടെ മേൽ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് പൂർവികമായ ശാപം ഉണ്ടായിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മിൽ പലരും അങ്ങനെയാണ് പറയുന്നത്. എന്തോ ശാപം ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ വീട്ടിലുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ ശാപമുണ്ട്, അതുകൊണ്ടാണ് ഈ കെടുതിയൊക്കെ വരുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഒഴിവാകരുത്. പൂർവികന്മാരുടെ കാലത്ത് ഏതോ പാപം ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് ശാപം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കിക്കളയരുത്. ശരിയാണ്, പൂർവികന്മാരുടെ കാലത്ത് തെറ്റ് വന്നെങ്കിൽ അത് മക്കളുടെ മേലും മക്കളുടെ മേലും ഒക്കെ വ്യാപിക്കും, ശരിയാണ്. പക്ഷേ അതിനെല്ലാം ഒരു പരിഹാരമുണ്ട്. ശാപം വന്നെങ്കിൽ ശാപത്തിൻ്റെ പരിഹാരമുണ്ട്. ആരുടെ കാലത്ത് ശാപം വന്നാലും മകനെ, നിൻ്റെ ആയുസ്സിൽ വെച്ച് ആ പാപത്തെ നിനക്ക് ഖണ്ഡിച്ച് കളയാം, മുറിച്ച് കളയാം. തലമുറകളായി പകർന്നു വരുന്നതായ ആ ശാപം പിതാക്കന്മാരുടെ കാലത്ത് വല്ല കൊലപാതകം നടത്തുകയോ വ്യഭിചാരം ചെയ്യുകയോ പരസംഗം ചെയ്യുകയോ വല്ല പാവപ്പെട്ട സ്ത്രീകളെ അവമാനിക്കുകയോ ആ സ്ത്രീകളുടെ ഗർഭം വലസിപ്പിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും പൈസ തട്ടിയെടുക്കുകയോ എന്തെങ്കിലും ചെയ്തെങ്കിൽ ശാപം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ദൈവത്തിന് സ്തോത്രം, അത് എനിക്ക് ശാപം ഉള്ളതുകൊണ്ടാണ് ഈ കടി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരുന്നാൽ പറ്റുകയില്ല. എന്താ ചെയ്യേണ്ടത്? ശാപം വന്നു, ശരിയാണ്, എല്ലാവരുടെ പേരിലും ശാപമുണ്ട്, ഓരോരുത്തരുടെ പേരിലുണ്ട് ശാപം. പക്ഷേ എങ്ങനെയാണ് മാറ്റേണ്ടത്? നമ്മുടെ കാലത്ത് നമുക്ക് കർത്താവ് സുബോധം തരുന്ന സമയത്ത്, കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത് നാം കർത്താവിനെ നിലവിളിക്കണം. കർത്താവേ, തലമുറകളായി ഇങ്ങനെ പടർന്ന് വരുന്നതായ ശാപത്തെ നാഥ നിൻ്റെ രക്തത്താൽ മുറിച്ച് കളയണമേ, നിൻ്റെ ജയമുള്ള ശ്രീവായാൽ മുറിച്ച് കളയണമേ, എൻ്റെ മേലുള്ള ശാപങ്ങളെ നീക്കിക്കളയണമേ. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ആരും ശാപം എന്ന് പറഞ്ഞ് പേടിച്ച് അല്ലെങ്കിൽ നിഷ്ക്രിയരായിട്ടിരിക്കേണ്ട, പ്രവർത്തന രീതിയിലായിരിക്കേണ്ട. നിങ്ങൾ ഇതുമാത്രം ചെയ്താൽ മതി. പിതാക്കന്മാരുടെ കാലത്ത് പാപം ചെയ്തിട്ടുണ്ടാകും, ആർക്കറിയാം, നമുക്കറിഞ്ഞുകൂടാ എന്താണ് വന്നത്, അത് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ശാപമുണ്ട്, ശരി തന്നെ. പക്ഷേ ആ ശാപം മുറിച്ച് കളയേണ്ടിയിരിക്കുന്നു, അത് നിശ്ശേഷം മാറ്റിക്കളയേണ്ടിയിരിക്കുന്നു. എങ്ങനെ മാറും? ശാപം മനുഷ്യരും മുറിക്കുകയില്ല. ചിലരൊക്കെ പറയും ശാപം മുറിക്കുന്ന ശുശ്രൂഷ എന്നൊക്കെ പറയും. വെറുതെ മണ്ടത്തരം പറയുകയാണ്. ഒരു മനുഷ്യനും ശാപം മുറിക്കാൻ പറ്റുകയില്ല. മനുഷ്യൻ്റെ മേലുള്ള ശാപം മുറിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുകയില്ല. എത്ര ഭക്തനായ മനുഷ്യനും ശാപം മുറിക്കാൻ സാധിക്കുകയില്ല. എത്ര അനുഗ്രഹീതനായ പുരുഷനും ശാപം മുറിക്കാൻ പറ്റുകയില്ല. ശാപം മുറിക്കുന്ന ആരാണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജയമുള്ള സ്ലീബായ ശാപം മുറിച്ചു തരും. വിശ്വസിക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ മേൽ ചില ശാപങ്ങളുണ്ട്, എൻ്റെ പൂർവികന്മാരുടെ കാലത്ത് വന്നതായ ചില ശാപങ്ങൾ എൻ്റെ മേൽ വന്ന് പതിച്ചിട്ടുണ്ട്. അപ്പൻ്റെ പാപം മക്കളുടെ മേലും മക്കളുടെ മേലും തലമുറയായി കടന്നു വന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ എൻ്റെ കർത്താവേ, ഇന്ന് നീ എനിക്ക് സുബോധം തന്നിരിക്കുന്നു, നീ എനിക്ക് വചനം തന്നിരിക്കുന്നു. ഈ വചനം കിട്ടുന്ന സമയത്ത് എൻ്റെ കർത്താവേ, ഞാനിതാ ഉള്ളൊഴിഞ്ഞതിനോട് യാചിക്കുകയാണ്. എൻ്റെ മേലുള്ള ശാപങ്ങളെല്ലാം ഏതെല്ലാം വിധത്തിൽ വന്നു പോയി? ഞാൻ ചെയ്ത പാപങ്ങളുണ്ടാണോ? എൻ്റെ പിതാക്കന്മാരുടെ കാലം കൊണ്ട് ചെയ്തു പോയ പാപങ്ങളുണ്ടാണോ? എൻ്റെ മേലുള്ളതായ എന്തെല്ലാം ശാപങ്ങളുണ്ടെങ്കിലും നാഥ, നിൻ്റെ ക്രൂസിലെ പരമയാഗത്താൽ, നിൻ്റെ ക്രൂസിൽ ചെറിഞ്ഞ നിന്റെ രക്തത്താൽ നാഥ, ഞാൻ നിന്നെ ആശ്രയിക്കുന്നു. ഇപ്പോൾ എൻ്റെ മേലിൽ നിന്ന് അത് മുറിച്ചു മാറ്റണമേ. എൻ്റെ സന്തതികളിലേക്ക് ഇത് പോകല്ലേ, എൻ്റെ മക്കളിലേക്ക് ഇത് പോകല്ലേ, തലമുറകളിലേക്ക് പകരല്ലേ. എൻ്റെ മേൽ ഉള്ള ശാപങ്ങളെല്ലാം ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉടയവനെ നീ എനിക്ക് മുറിച്ചു മാറ്റി തരണമേ. ദൈവത്തിന് സ്തോത്രം. രോഗത്തിൻ്റെ ബാധകളുണ്ട്, ഹെറിഡിറ്ററി ആയിട്ട്, പാരമ്പര്യമായിട്ട് രോഗം വരുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന രോഗം മക്കൾക്ക് വരുന്നു, അപ്പൻ്റെ കാലത്തുണ്ടായിരുന്ന രോഗം മക്കൾക്കും മക്കളുടെ വരുന്നു, ശരിയാണ്. കർത്താവേ, അത് രോഗത്തിൻ്റെ ഒരു ശാപമാണ്. എൻ്റെ കർത്താവേ, അത് ശാസ്ത്രം പറയുന്നത് പോലുള്ള ഏതെങ്കിലും
ക്രോമസോംസിൻ്റെയോ അല്ലെങ്കിൽ ജനറ്റിക്കായിട്ടോ വരുന്നതായ കാര്യങ്ങളെന്ന് പറഞ്ഞ് നാം സാന്ത്വനപ്പെടുത്തേണ്ട കാര്യമില്ല. കർത്താവേ, അതുണ്ട്, ശരിയാണ്. എന്നാൽ എൻ്റെ കർത്താവേ, ഞാൻ എൻ്റെ ജീവിതം നിനക്ക് തന്നതല്ലേ, ഈ ആയുസ് നിന്നെ ഏൽപ്പിച്ചതല്ലേ, ഈ ഹൃദയം നിനക്ക് തുറന്നു തന്നതല്ലേ, നിനക്കായ എൻ്റെ ജീവിതം ഞാൻ വേർതിരിച്ചതല്ലേ, നിന്നോട് ഞാൻ വാക്ക് പറഞ്ഞതല്ലേ, ഞാൻ സമർപ്പിച്ചതല്ലേ. ആ ശാപങ്ങളെല്ലാം എൻ്റെ മേലിൽ നിന്ന് മുറിച്ച് മാറ്റണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ മേലിൽ നിന്ന് അതെല്ലാം മാറ്റിത്തരണമേ. ഹല്ലേലൂയ. എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, നിങ്ങൾ വിലപിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഉള്ളു തുറന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ മേലിൽ നിന്ന് ശാപങ്ങളെല്ലാം മാറിപ്പോകട്ടെ, എല്ലാ ശാപബന്ധങ്ങളും അഴിഞ്ഞു പോകട്ടെ, എല്ലാ കെട്ടുകളും പൊട്ടിപ്പോകട്ടെ. യേശുവേ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മേലുള്ള രോഗങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. രോഗബാധകൾ നീങ്ങിപ്പോകട്ടെ. കർത്താവേ, തീരാ രോഗങ്ങൾ മാറിപ്പോകട്ടെ. എൻ്റെ യേശുവേ, മാറാവ്യാധികളെല്ലാം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, കരുണയുള്ള കർത്താവേ, എല്ലാം മാറട്ടെ. എൻ്റെ മേൽ ശാപങ്ങൾ മാറട്ടെ, എൻ്റെ സ്വഭാവത്തിലുള്ളതായ വൈകൃതങ്ങൾ മാറട്ടെ, സ്വഭാവത്തിലുള്ളതായ വൈകല്യങ്ങൾ മാറട്ടെ, എൻ്റെ ജീവിതത്തിലുള്ളതായ തിന്മകൾ മാറട്ടെ. യേശുവേ, എൻ്റെ കുടുംബത്തിലേക്ക് ഐശ്വര്യം എരച്ചു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിലേക്ക് സമാധാനം എരച്ചിറങ്ങണമേ. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ വ്യക്തിത്വത്തിലേക്ക് ദൈവിക ജ്ഞാനത്തിൻ്റെയും ദൈവിക സത്യത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് യാചിക്കൂ പ്രിയപ്പെട്ടവരെ, യേശുവിനെ വെള്ളം തുറക്കൂ പ്രിയപ്പെട്ടവരെ. ക്രൂസിൽ എല്ലാ ശാപവും മാറും വിശ്വസിക്കുക. യാതൊരു ശാപവും ഉണ്ടാകുകയില്ല എന്ന് വെളിപ്പാട് 22-ാം 3-ാം വാക്യം പറയുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. എല്ലാം മാറും, എല്ലാം മാറും, എല്ലാം മാറ്റുന്നവൻ ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അത്ഭുത നിമിഷങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരപ്പൻ ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. ഞങ്ങളുടെ ഭാരങ്ങളും വേദനകളും ഏറ്റെടുക്കാൻ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ഇരയത്തുള്ളതിനായി സ്തോത്രം. സ്വർഗീയ മാലാഖമാ ഉറ്റുനോക്കുന്ന ഈ സന്ദർഭത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നതിനായി സ്തോത്രം. രാജാതിരാജൻ പരിവാരസമേതം ഇറങ്ങി വന്നിരിക്കുന്നതായ ഈ സ്വർഗീയ നിമിഷങ്ങൾക്കായി സ്തോത്രം. അപ്പോൾ എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും തലോടണമേ, കണ്ണുനീര് തുടയ്ക്കണമേ. കർത്താവേ, എല്ലാവരെയും സ്വർഗത്തിന് യോഗ്യരാക്കി തീർക്കണമേ. എൻ്റെ പ്രിയനെ, നിൻ്റെ 2-ാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിൻ്റെ ഏൽപ്പാൻ അപ്പോൾ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഈ ജനത്തെ ഇന്ന് എൻ്റെ നാഥൻ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.